വോട്ടർ പട്ടികയിൽ നിന്ന് പേര് ഒഴിവാക്കിയാൽ അതുമൂലം പൗരത്വം നഷ്ടപ്പെടില്ല എന്ന് സുപ്രീം കോടതി വാക്കാൽ വ്യക്തമാക്കി. അതുപോലെ വാക്കാലായിട്ട് കുറേ കാലങ്ങൾ കൊണ്ട് പറയുന്നുണ്ട്. ആ ഹർജികളൊന്നും തീർപ്പാക്കാതെ സുപ്രീം കോടതിയിൽ ഇട്ടേക്കാണ്. SIRനെ ചലഞ്ച് ചെയ്തുകൊണ്ടുള്ള ഹർജി ബീഹാറിൽ നിന്നുള്ള അത് തീർപ്പാക്കി. പക്ഷേ അതിൻ്റെ വിധിന്യായത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞത്, ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയത്, ആ കേസിൽ ബീഹാറിലെ SIR കേസിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പൗരത്വം, അതായത് ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് ഒഴിവാക്കുന്നത് മൂലം പൗരത്വം നഷ്ടപ്പെടില്ല എന്നുള്ളത്. പക്ഷേ ഇതിങ്ങനെ പറയാമെന്നുള്ളതല്ലാതെ വല്ല പ്രയോജനമുണ്ടോ? ഒരു പൗരന് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ സർക്കാരിൽ നിന്ന് കിട്ടേണ്ട ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് റേഷൻ, അത് വേണ്ടതാണ്. പിന്നെ ജാതി സർട്ടിഫിക്കറ്റ് ഒന്ന് കിട്ടണം, തുടങ്ങി ഉള്ള ഒരുപാട്, അതായത് ഇതേപോലുള്ള മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ, ഇതൊന്നും ഈ വോട്ടർ പട്ടികയിൽ നിന്ന് SIRൽ പേരൊഴിവാക്കി എന്നുള്ള ഒരു കാരണത്താൽ കൊടുക്കുന്നില്ല. അതാണ് സത്യം. ഇപ്പോൾ ബംഗാളിൽ തന്നെ ഏതാണ്ട് 27 ലക്ഷം പേരെ ഒഴിവാക്കിയേക്കുന്നത് എന്തെന്നറിയോ? വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ കാരണം സംശയാസ്പദമായ ഇതാണെന്നാണ്. സംശയമുള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ എന്നിട്ട് അതിൻ്റെ ന്യായം പറയുന്നത് വോട്ടവകാശം പൗരന്മാർക്ക് ഉപയോഗിക്കാൻ ഒക്കുള്ളൂ, അതുകൊണ്ട് ആണ് ഈ പൗരത്വം ഇതിനകത്ത് തിട്ടപ്പെടുത്തുന്നതെന്ന്. അപ്പോൾ പൗരത്വം തീരുമാനിക്കാൻ, വോട്ടർ പട്ടികയിൽ പൗരത്വം തീരുമാനിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ അവകാശമില്ല, അധികാരമില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ശരിയുമാണ്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് എന്തുവാ? പൗരന്മാർക്കല്ല വോട്ട് കൊടുക്കാൻ ഒക്കുള്ളൂ. അപ്പോൾ അവൻ പൗരനാണോ അല്ലയോ എന്ന് തീരുമാനിച്ചിട്ടല്ല വോട്ടവകാശം കൊടുക്കാൻ പറ്റുള്ളൂ. പൗരന്മാരല്ല എന്ന് മനസ്സിലായാൽ അവരെ ഇലക്ഷൻ്റെ വോട്ടേഴ്സ് ലിസ്റ്റിൽ കാണത്തില്ല. ഇതാ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പരസ്പരമായിട്ടുള്ള ആ വ്യത്യാസം നോക്കിയോ? സുപ്രീം കോടതി തീർത്ത് പറയുകയാണ്, വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയാൽ പൗരത്വം ഇല്ലാതാവത്തില്ല. പക്ഷേ വോട്ടർ പട്ടികയിൽ ഉണ്ടെങ്കിൽ പൗരനാവുമോ? അല്ല, അതും പറയുന്നില്ല. വോട്ടർ പട്ടികയിൽ ഉള്ള ഇപ്പോൾ ഇലക്ട്രൽ കാർഡ് എന്ന് പറയുന്നത് പൗരത്വത്തെ കിട്ടാനുള്ളതിൻ്റെ ഉള്ള ഒരു രേഖയല്ല. അതുകൊണ്ട് അപ്പോൾ പൗരത്വം തെളിയിക്കുന്ന രേഖയല്ല. വോട്ടർ പട്ടികയിൽ പേര് ഉണ്ടെങ്കിൽ അതാവുന്നില്ല. അതുപോലെ പാസ്പോർട്ട് പോലും അല്ലെന്നല്ലേ പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ പാസ്പോർട്ട് എന്ന് പറയുന്നത് സഞ്ചരിക്കാനുള്ള അവകാശം കൊടുക്കുന്ന ഒരു ഡോക്യുമെൻ്റ് എന്നാണ്. അതൊക്കെ അത് ഈ പാസ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഓരോ രാജ്യത്തെയും പാസ്പോർട്ട് എന്ന് പറയുന്നത് അവിടുത്തെ പൗരന്മാരുടെ ഒരു ഐഡൻറ്റിറ്റിയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി അതൊന്നുമല്ല, സഞ്ചരിക്കാനുള്ള ഒരു രേഖ, അത് മാത്രമേ ഉള്ളൂ പാസ്പോർട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് പോയാൽ നമുക്ക് സഞ്ചരിക്കാം, തീർന്നു, അതേ ഉള്ളൂ. ഇനി ഇപ്പോൾ ഇവിടെ സുപ്രീം കോടതി പറഞ്ഞു, ഇപ്പോൾ പ്രസൂൺജി ബോസ് എന്ന് പറയുന്ന ഒരു ബംഗാളി, ഒരു പശ്ചിമ ബംഗാളിൽ നിന്നുള്ള ഒരു സഹോദരനാണ് ഈ ഹർജി ഫയൽ ചെയ്തത്. ഹർജി ഫയൽ ചെയ്യാൻ കാരണം എന്താണെന്നറിയാമോ? അയാൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ട് കിട്ടുന്നില്ല. കാരണം എന്താ? അയാളുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതാണെന്നാണ് SIRൽ. ഇതാ കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് പോലും ഒരാൾക്ക് കിട്ടത്തില്ല, ഇത് കൊടുക്കത്തില്ല അവർ. കാരണം എന്താ? വോട്ടർ പട്ടികയിലില്ല. ഇതാ പറയുന്നത്. ഇത് പറഞ്ഞുകൊണ്ട് കൊടുക്കാതിരിക്കുക. ഒരൊറ്റ ആനുകൂല്യം അവർ കൊടുക്കത്തില്ല. അപ്പം അതായത് വാർദ്ധക്യകാല പെൻഷൻ കിട്ടത്തില്ല, അങ്ങനെയുള്ള ഒന്നും കിട്ടത്തില്ല. അവർക്കൊരു ജോലിക്ക് അപ്ലൈ ചെയ്യാൻ ഒക്കത്തില്ല, ഇതൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. റേഷൻ കാർഡ് പോലും ഇല്ല, അതായത് റേഷൻ പോലും കിട്ടത്തില്ല. അപ്പോൾ എന്ത് കഷ്ടപ്പാടെന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. അപ്പോൾ ഇതിനൊക്കെ, അതായത് SIRൽ നിന്ന് ഒഴിവാക്കിയവർക്ക് വേണ്ടി അതിൻ്റെ കാര്യം തീരുമാനിക്കാൻ അപ്പലേറ്റ് ട്രിബ്യൂണലുകളെ നിയോഗിച്ചിട്ടുണ്ട്. ഈ അപ്പലേറ്റ് ട്രിബ്യൂണലുകളിൽ കിടക്കുന്ന എത്രയെന്നറിയോ? 34 ലക്ഷം കേസുകളാണ് കെട്ടി കിടക്കുന്നത്. ഇത് എത്ര വർഷം കൊണ്ട് അവന്മാർ തീർക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ, എത്ര വർഷം. ഇത് യഥാർത്ഥത്തിൽ സുപ്രീം കോടതിയൊക്കെ ഒരു ശരിയായ സ്റ്റാൻഡ് എടുത്തില്ലെങ്കിൽ ഇതിലൊന്നും നടക്കത്തില്ല. അപ്പോൾ ഈ പ്രസൂൺ ബാനർജിക്ക് ഇത് തന്നെ, എന്നിട്ട് ഈ കേസുണ്ടല്ലോ തീർപ്പാക്കാതെ ഇത് ബംഗാളിലെ മറ്റ് SIRുമായിട്ട് ബന്ധപ്പെട്ട കേസുകളോടൊപ്പം ടാഗ് ചെയ്തങ്ങ് മാറ്റി. ഇനി അവിടെ വർഷങ്ങളോളം അവിടെ കിടക്കും. എന്നിട്ട് ഇതങ്ങ് വ്യക്തമാക്കിയിട്ടുണ്ട്, പൗരത്വം ഇല്ലാതാവത്തില്ലെന്നും. അത് പറഞ്ഞാൽ മതിയല്ലോ, പൗരത്വം ഇല്ല. പക്ഷെ ഒരു പൗരന് കിട്ടേണ്ട ആവശ്യങ്ങളൊന്നും നേടാൻ ഒക്കത്തില്ല, ഓരോ പൗരന് കിട്ടേണ്ട ആനുകൂല്യങ്ങളൊന്നും കിട്ടില്ല. അങ്ങനെയുള്ള കാര്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഇത് വാക്കാൽ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? സുപ്രീം കോടതി ഇൻ റൈറ്റിംഗ് അത് വ്യക്തമാക്കിയെടുക്കണം, അത് പറയണം. അതായത് ഇവർക്ക് പൗരത്വം നിഷേധിക്കപ്പെടാൻ പാടില്ല, ഒന്ന് ഈ കാര്യങ്ങൾ കൊണ്ട്. പിന്നെ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ, നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ, റേഷൻ കാർഡ് മുതലുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ളതെല്ലാം അവർക്ക് തുടർന്ന് കിട്ടണം, ഇത് തീരുമാനമാകുന്നത് വരെ എന്ന് ഉള്ള ഒരു ഉത്തരവ് കൊടുക്കല്ലേ അത് വേണ്ടത്. ഈ പ്രസിഡന്റ് ബാനർജി ബോസ് പോയതിനാ അയാൾ അവിടെ പോയത് ഈ ട്രിബ്യൂണലുകൾ ഈ കേസുകളൊന്നും എടുക്കുന്നില്ല, വളരെ കാലതാമസം വരുത്തുകയാണ്, ഒന്നും നടക്കുന്നില്ല. 34 ലക്ഷം കേസുകൾ കിടപ്പുണ്ട് അവിടെ. അപ്പോൾ അത് സ്പീഡി ഡിസ്പോസൽ, അത് സ്പീഡായിട്ടൊന്ന് എത്രയും പെട്ടെന്ന് ഡിസ്പോസ് ചെയ്യണം എന്നുള്ളത്. എന്നാൽ ഡിസ്പോസ് ചെയ്താൽ കോടതി പോകാം. ആ കാര്യത്തിന് വേണ്ടിയാണ് അയാൾ ഇതിന് സമീപിച്ചത്. അപ്പോൾ അത് ടാഗ് ചെയ്ത് മറ്റ് കേസുകളോടൊപ്പം മാറ്റി കഴിഞ്ഞാൽ അയാളുടെ കാര്യം സദൈവ അതവിടെ കിടക്കത്തേ ഉള്ളൂ, ഒന്നും നടക്കാൻ പോകുന്നില്ല. ആ രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അങ്ങ് തീരുമാനിച്ചു. ഇനി ഇതൊക്കെ ബംഗാളിൽ തീരുമാനിക്കാൻ കാര്യം എന്തോന്നറിയോ? ഇത് പെട്ടെന്ന് കൊണ്ടുവരാൻ, ഭരണം പിടിക്കാനാണ്. വേറെ മാർഗമൊന്നുമില്ലായിരുന്നു അവിടെ മമതാ ബാനർജിയെ ഒതുക്കണമെന്നുണ്ടെങ്കിൽ വേറെ മാർഗമൊന്നുമില്ലായിരുന്നു. അതിനുവേണ്ടി മാത്രം ചെയ്താണ് SIR കൊണ്ടുവന്നത് മൂലം എന്താണെന്നറിയോ? 27 ലക്ഷം ആളുകളെ അവിടുന്ന് സംശയാസ്പദമായ പൗരത്വം. ഞാൻ പറഞ്ഞില്ലേ, വിദേശികൾക്കൊന്നും ഒരു കാരണവശാലും നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വരണ്ട, അത് ഒഴിവാക്കി പോവുള്ളൂ. പക്ഷേ സംശയാസ്പദമായ പൗരത്വം എന്ന് ഒരുത്തനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കാര്യം? അവൻ അവിടെയാണോ ഇവിടെ ആണോ എവിടുത്തുകാരനാണോ എന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. ഇപ്പം തന്നെ നമ്മൾ കണ്ട് 27 പേരെ തെറ്റാണ്. അതായത് 27 പേരെ 27 കുടുംബങ്ങളെ 27 പേര് അവർ പൗരന്മാരല്ലെന്ന് കണ്ടുകൊണ്ട് അവരെ ബംഗ്ലാദേശിലേക്ക് കയറ്റി അയച്ചു. ഇപ്പം അവിടുന്ന് അവരെ തിരിച്ച് അതേപോലെ ഇങ്ങോട്ട് അയച്ചു. അവർ പൗരന്മാരാണെന്നും പറഞ്ഞു, ഇന്ത്യൻ പൗരന്മാരാണെന്നും പറഞ്ഞു. അവസാനം ഇപ്പോൾ ഇത് ഇങ്ങനെ അതിനകത്ത് പിന്നെ കോടതി ഇടപെട്ടിട്ട് പറഞ്ഞു, നിർബന്ധമായിട്ടും ഇതേപോലെ ആവശ്യമില്ലാതെ ആളുകളെ ഇവിടുന്ന് പൗരത്വം നിഷേധിച്ച് കയറ്റിവിടരുത് എന്ന് പറഞ്ഞു, തെറ്റാണ് എന്ന് പറഞ്ഞു. ഇതാണ് സംഭവം. ഇങ്ങനെ ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനൊരു തീരുമാനം സുപ്രീം കോടതിയിൽ നിന്ന് വളരെ കാര്യമായൊരു തീരുമാനം വേണ്ടത്. ആ തീരുമാനം വരുന്നത് വരെയും ഏതായാലും ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് ഒഴിവാക്കപ്പെട്ടവർ അവരുടെ കാര്യം തൃശങ്കുവിലാണ്. അവരിവിടാന്നോ അത് വേറെ വല്ലയിടത്തും ആണോ എവിടാന്നോ എന്നറിയാൻ വയ്യ. അവർ ബംഗ്ലാദേശിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ, ബംഗ്ലാദേശിയാണ് എന്നുള്ളതിന് തെളിവുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ രീതിയിൽ മനസ്സിലായ അവരെ കയറ്റിവിടണം, വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ അല്ലാതെ സംശയാസ്പദം എന്നുള്ള രീതിയിലുള്ള ഈ രീതിയിൽ ആളുകളെ ഇങ്ങനെ നിർത്തരുത്. അവർ തൃശങ്കുവിലാണ് ഇപ്പോൾ അവരുടെ കാര്യം. ഏതായാലും സുപ്രീം കോടതി ഇത്രയും വ്യക്തമാക്കിയത് തന്നെ വലിയ കാര്യം എന്ന് വിചാരിക്കാം.